പൂർണ്ണപ്രശാന്തയേ തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തത്പുരുഷപ്രസംഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ നാരായണ നാരായണ. ഹിമാലയം സമാരഭ്യ യാവദിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതക്ഷതേ. മലയാളത്തിലെ അങ്ങനെ കൊടുത്തുള്ളത് സന്തോഷം. നമ്മുടെ വേദശാസ്ത്ര സംഹിതകളിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഹിമാലയം സമാരഭ്യ യാവദിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതക്ഷതേ. അങ്ങ് ഹിമാലയ സ്ഥാനങ്ങളിൽ നിന്നും സമാരംഭിച്ച് ഇന്ന് തെക്കേ മുൻപില് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന അതിവിസ്തൃതമായിട്ടുള്ള ഒരു ഉപഭൂഖണ്ഡമാണ് നമ്മുടെ ഭാരത രാഷ്ട്രം. ഈ രാഷ്ട്രത്തിലാണ് ലോകത്തിനെന്നും നന്മയെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഋഷീശ്വരന്മാര് അവതരിച്ചതെന്നാണ് പറയുന്നത്. ലോകത്തിന്റെ മറ്റ് ചില സംസ്കാരങ്ങളൊക്കെ ലോകത്തെ മുഴുവനും മനുഷ്യന് ഉപഭോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ ഭാരതീയ ദർശനം പറയുമോ ഈ ലോകത്തെ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല, ദോഹനം ചെയ്യൂ, മനുഷ്യന് ആവശ്യമുള്ളത് സ്വീകരിച്ച് ബാക്കിയുള്ളത് സമാജത്തിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്കാരം നമ്മൾ പഠിപ്പിച്ചതെന്നാണ്. ആ സംസ്കാരത്തിന്റെ ഓരോ നിഴലുകളും ഈ രാഷ്ട്രത്തിൽ എവിടെ യാത്ര ചെയ്താലും കാണാൻ സാധിക്കും. അതിന്റെ ഫലം ഇപ്പോ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിലൊക്കെ ജനിച്ച നമ്മളിപ്പോ കൊൽക്കത്തയിൽ വന്ന് ഇത്രയും വർഷങ്ങളായിട്ട് ഈ സമൂഹ മഠത്തിൽ ഇങ്ങനെ ഒരുമിച്ചുകൂടി ഈശ്വര വിചാരം ചെയ്യാനുള്ള കാരണം താമസത്തിൽ ഈ രാഷ്ട്രത്തിന്റെ ഓരോ അടയിലും ഈ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഈ ഹൈന്ദവ സാമ്രാജ്യത്തിന്റെ ഓരോ അടുക്കളിലും ഈ സനാതന ധർമ്മത്തിന്റെ മഹത്വം പ്രദർശിക്കാനാണ്. അപ്പൊ ഇതൊരു സൂത്രമാണെന്നാണ് സംസ്കൃത ഭാഷ പറയാം. ഏത് സൂത്രം? മാലയിൽ മണികിണ ഇവ ഒരു മാലയില് എങ്ങനെയാണോ അതിന്റെ ഉള്ളില് കാണാൻ പറ്റാത്ത രീതിയിൽ ആ മാലയുടെ മുത്തുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സൂത്രം ഉണ്ടാകുന്ന ഒരു ശകലം ഉണ്ടാകുന്നതാണ്. ആ സൂത്രത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കില്ല, പക്ഷേ മണികളെ കാണാനാണ്. ഇതേപോലെ ഈ രാഷ്ട്രത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഈ സനാതന ധർമ്മത്തെ അല്ലെങ്കിൽ ഈ ഹൈന്ദവ ധർമ്മത്തെ പ്രസ്ഫുരിപ്പിക്കാൻ ഉതകുന്ന തരത്തില് അനവധി ദർശനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. എന്താ പറയാ, ഇപ്പോ സിഖ് മതമാവട്ടെ, അല്ലെങ്കിൽ ജൈന മതമാവട്ടെ, ബുദ്ധിസ്റ്റ് ആവട്ടെ, പാഴ്സി ആവട്ടെ, ഇനി ആരും ആവട്ടെ, ഇവർക്ക് എല്ലാവർക്കും ഒരു ഏകീകൃത സ്വഭാവം ഭാരതീയ ദർശനങ്ങളിലുണ്ടെന്നാണ്. അപ്പൊ ഇതിനെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പൂർവ്വസൂരികള് ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ, ക്ഷേത്ര സങ്കേതങ്ങൾ, സമൂഹമായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ ഒക്കെയും കണ്ടുവച്ചിട്ടുണ്ടാവുക. ഈ സമ്പ്രദായങ്ങളിൽ കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സമാജഹിതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക കൂടി വേണമെന്നാണ്. ഒരു പ്രസിദ്ധമായ ശ്ലോകത്തിൽ പറയും, ലോകഹിതം മമകരണീയം. ഈ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ചെയ്യണത്, എന്റെ ജീവിത യാത്രയില് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ തന്നെ ലോകത്തിന് ഹിതകരമായി തീരണേ എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ദർശനങ്ങൾ മുഴുവനെന്നാണ്. അയ്യപ്പനെ പൂജിക്കുമ്പോഴാവട്ടെ, വിഷ്ണുവിനെ പൂജിക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ സാക്ഷാൽ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുമ്പോഴാവട്ടെ, ഈ പ്രാർത്ഥനകളിലെല്ലാം കൂടിയിട്ട് എന്റെ ഉള്ളിൽ ശുദ്ധീകരിക്കപ്പെടാം. എന്നില് വന്നു ചേർന്ന് ദിനം 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 എന്റെ ഉള്ളിൽ വന്നു ചേർന്നേക്കാവുന്ന ആ മാലിന്യങ്ങളെ മാറ്റി മനസ്സിനെ, ശരീരത്തെ, ജീവിത ചിന്തകളെ ഒക്കെ ശുദ്ധീകരിച്ച് ജീവിത സാക്ഷാത്കാരം എന്നുള്ള നിലയ്ക്ക് ഈശ്വര പാതാരങ്ങളിലേക്ക് എത്തിച്ചേരും. ഭാഗവതത്തില് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകം, ജന്മലാഭം പരം പുംസാം അന്തേ നാരായണ സ്മൃതി. ഈ ജീവിതയാത്രയുടെ ആത്യന്തിക ലക്ഷ്യം ഉണ്ടായിരിക്കുന്നതാണ് നാരായണന്റെ പാതാരങ്ങളിൽ അയ്യപ്പനോ മുരുകനോ ദുർഗയോ അല്ലെങ്കിൽ ലക്ഷ്മിയോ ആരുമാവുന്ന ആകാശ പതിനത്തോയി യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറഞ്ഞാൽ ഏത് മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാം. സംഗീതത്തിന്റെ മാർഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഭരതമുനിയുടെ നാട്യത്തിന്റെ മാർഗമായിക്കോട്ടെ, ഇനി ഏത് ശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ അഭ്യസിച്ചാലും ആത്യന്തികമായിട്ട് ഈ ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഈശ്വരപദ പ്രാപ്തിയായിരിക്കുന്നതാണ്.
അതിനു വേണ്ടിയിട്ടുള്ള കൂടിച്ചേരലുകൾ നടക്കുന്ന സമയത്ത് മനസ്സിനെ ശുദ്ധീകരിച്ച്, ദിനംപ്രതി എന്നുള്ള മനസ്സിനെ ശുദ്ധീകരിച്ച് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ സമാജത്തിന് അശരണരായിട്ടുള്ള ആൾക്കാരും അഗതി, അതായത് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള ആൾക്കാർക്ക് ധാരാളം നമ്മുടെ ഈ ഭൂമിയിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ആഹാരത്തെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ സമാജത്തിൽ ഇല്ലാത്തവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു മനോഭാവം കൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വന്നാൽ കുറച്ചുകൂടി നന്നാവും എന്ന് എനിക്ക് എന്റെ ഒരു എളിയ മനസ്സോട് തോന്നുന്നതാണ്. ഈ ഒരു ദർശനം നമ്മുടെ കൂട്ടായ്മകളിൽ പ്രചരിപ്പിക്കാനായിട്ട് ആദരണീയനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി എന്താ പറയാ, അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ ഈ ഭാരതീയ ദർശനങ്ങളെ ലോകത്തിന് പകർന്നു കൊടുക്കണമെന്നാണ്. ഈ അടുത്ത സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അദ്ദേഹം യാത്ര ചെയ്ത സമയത്ത് അദ്ദേഹം മുന്നിലേക്ക് വെച്ചൊരു ആശയമുണ്ട്, വസുധൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു തറവാടാണെന്നും ആ തറവാട്ടിൽ ജീവിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരുമാണ് നമ്മളെങ്കിൽ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാവത്തിലേക്കാണ് നമ്മുടെ ഈ സംസ്കാരം നമ്മളെ കൈപിടിച്ചുകൊണ്ടുപോകുക. അപ്പൊ അത്തരത്തില് ലോകത്തെ മുഴുവൻ ഒന്നായിട്ട് കാണുവാനും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാനും, കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം കൊടുക്കുവാനും ഈശ്വര വിചാരം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർമ്മല ഭാവം കൂടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ശ്രേഷ്ഠാവില്ലേ. അപ്പോ ഈ ഭാവത്തിൽ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നിത്യ സാധനാക്രമങ്ങളും നിത്യ അനുഷ്ഠാന കർമ്മങ്ങളും നിരന്തരം എന്നുള്ള ഈ ശാസ്ത്രീയ ഇത്തരത്തിലുള്ള സത്സംഗങ്ങളും ഒക്കെ തന്നെ അതിലൊക്കെ വഴി തെളിക്കുകയാണെങ്കിൽ നോക്കൂ, സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിച്ച് നമുക്ക് മാതൃകയെ കാണിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും. കാട്ടില് നിഷാദഭാവത്തിൽ ജീവിച്ചിരുന്ന ശബരിയുടെ കയ്യിൽ നിന്ന് ആഹാരത്തെ സ്വീകരിക്കാൻ മടി കാണിക്കാത്ത സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവും ദർശനം നൽകിയ ആളാണ് ഈ രാഷ്ട്രം. അപ്പൊ ഇത്രയും മഹത്തരമായ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്താൻ രാമന്റെ മൂല്യങ്ങളെ, രാമായണ മാസ കാലഘട്ടം കഴിയുന്നതാണ്. രാമന്റെ മൂല്യങ്ങളെ, കൃഷ്ണന്റെ മൂല്യങ്ങളെ ഭഗവാൻ രണ്ട് അവതാരമൂർത്തികളായിട്ട് നമുക്ക് കാണിച്ചിരുന്ന ആ ദർശനങ്ങളെ നമുക്കും പകർത്താൻ സാധിച്ചാൽ ഈ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു തടസ്സം ഉണ്ടാവില്ല. അതിന് ഭക്തി ശരിയായ വിധത്തിൽ നമ്മൾ ഉദിക്കണം എന്നൊരു ഭാവം നമ്മൾ വരുത്താറുള്ളൂ എന്നാണ്. ഭാഗവതത്തിൽ തന്നെ വീണ്ടും മറ്റൊരു ശ്ലോകത്തിൽ പറയും, ഈ ഭക്തിയുടെ അനവധി തലങ്ങളെ പറയുന്നുണ്ടെന്ന്. അപ്പൊ അതില് ഒരു ശ്ലോകത്തിൽ പറയണോ, തിദിക്ഷവ കാരുണിക സുഹൃത സർവതൈന അജാതശത്രവശമത സാധവ സാധുഭൂഷണ മയി അനന്യേന ഭാവേന ഭക്തി കുർവന്തി ദൃഢാം മക്രുതേ ത്യക്തകർമ്മാണ് ത്യക്ത സ്വജനബാന്ധവ. തിദിക്ഷവ, ത്യാഗമനോഭാവമുള്ള ആ തലത്തിലേക്ക് ഭക്തന്മാർ ഉയരണമെന്നാണ്. എനിക്കില്ലെങ്കിലും സമാജത്തിൽ ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ത്യാഗശീലമുള്ളവരാവണം. കാരുണിക, സമാജത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സഹജീവികളോട് കരുണയോടുകൂടി പെരുമാറാൻ. പിന്നെയാണെങ്കിലോ സൗഹൃദഭാവത്തിൽ ഈ ലോകത്തിൽ ധാരാളം ആളുകളായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് മനുഷ്യര് എന്നുള്ളതിലേക്ക് നമ്മൾ. അതുകൊണ്ട് സമാജത്തില് എല്ലാവരോടും ഒരു സൗഹൃദഭാവത്തിൽ പെരുമാറാൻ. പിന്നെയാണെങ്കിലോ അജാതശത്രു, ഇങ്ങനെയുള്ള ഇത്തരത്തില് ഈ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന തരത്തിലുള്ള ആളുകളായി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ശത്രുക്കൾ പോലും ഉണ്ടാവില്ല എന്ന ഭാഗവത ഗ്രന്ഥങ്ങൾ പറയണമെന്നാണ്. അവസാനം പറഞ്ഞു, മയി അനന്യേന ഭാവേന ഭക്തി കുർവന്തിയെ ദൃഢാം. എന്തേ വേണ്ടുന്നതാണ്? എന്ത് വന്നാലും സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, ജീവിതത്തില് ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ, എങ്കിൽ പോലും എന്റെ പാതാള ബന്ധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് സാധകന്മാര് മാറിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ സ്ഥിതി ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറുമെന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗവത മഹാപുരാണത്തില് കപിലവാസുദേവൻ തന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഈ ഒരു ഭാവത്തിലേക്ക് ഉയരാനും നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കി തീരാനും ഭഗവത് അനുഗ്രഹത്താൽ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വീണ്ടും 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 അനുദിനം ഇതിന്റെ അളവുകൾ കൂടിക്കൂടി വന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പുറത്തു നിൽക്കുന്ന സമാജത്തിലും എല്ലാവർക്കും മംഗളം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലോക സമസ്ത സുഖനോഭവന്തു, സമസ്ത ചരാചരങ്ങൾക്കും മംഗളം ഉണ്ടാവാനുള്ള ആ ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, ആ തലത്തിലേക്ക് നമ്മുടെ ജീവിത ചക്രത്തെ മാറ്റാൻ സാക്ഷാൽ എന്താ പറയാ ശാസ്താവും അല്ലെങ്കിൽ ഗുരുസ്വാമി എല്ലാവരും എല്ലാ ദേവീദേവന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ഉപന്യാസം സമർപ്പിക്കുന്നു. നാരായണ.